بسم الله والحمد لله صلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه أما بعد جزا الله أخانا شريفا خيرا. ഒരു ചെറിയ കാര്യം മാത്രം, ഒരു ഉണർത്തൽ, ഒരു അനിവാര്യമായ സന്ദർഭത്തിലാണ്, സമയത്തിലാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നത് പ്രകാരം ഫമൻ കാന മുതഹർരിഹ ഫല്യതഹർറഹ ബിൽഅശ്റിൽ അവാഖിർ. നിങ്ങളിൽ ആരാണോ അതിനെ തേടുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി കാത്തിരിക്കുന്നത്, അവൻ അവസാനത്തെ 10 അത് അന്വേഷിച്ചു കൊള്ളട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഇമാം അഹ്മദ്, തിർമിദി, ഇബ്നു മാജ തുടങ്ങി ഒട്ടനവധി പേർ റിവായത്ത് ചെയ്തിട്ടുള്ള അൽഫാലുകളിൽ ചെറിയ വ്യത്യാസത്തോടു കൂടി ഇമാം അഹ്മദിന്റെ റിവായത്ത് പ്രകാരം ആയിഷ ബീവി ചോദിച്ചത്, ഇൻ വാഫഖത്നി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഞാനുമായി യോജിച്ചാൽ, എനിക്കത് യോജിച്ച് കിട്ടിയാൽ, തിർമിദിയുടെ റിവായത്തനുസരിച്ച്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ സാധിച്ചാൽ. ഇബ്നു മാജയുടെ റിവായത്തിൽ അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി, നബിയെ ലൈലത്തുൽ ഖദ്റുമായി ഞാൻ യോജിച്ചാൽ എന്താണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? അൻ അദ്ഉ മാ അദ്ഉ ഫമാദാ അഖൂൽ. ഇങ്ങനെ ലഫ്ളുകൾ കാണാം. എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പറയേണ്ടത്? ലൈലത്തുൽ ഖദ്ർ ദുആയുടെ രാത്രിയാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യണോ വേണ്ടേ എന്ന ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്ന ദുആയിൽ അന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ട വാക്കെന്താണ്, അത് പഠിപ്പിച്ചു തരാനാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ ദുആ ചെയ്യാനുള്ള രാത്രിയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത വാക്ക് ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ ലഘുവായ, ഒരാൾക്ക് ഹിഫ്ളാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഹിഫ്ളാക്കാവുന്ന കുറഞ്ഞ വാക്കുകൾ, അത് ആ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ തീർച്ചയായും നീ അഫുവാൻ. അഫുവ് എന്നത് അല്ലാഹുവിന്റെ പേരായി, അല്ലാഹുവിന്റെ സിഫത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു. അല്ലാഹുവേ നീ അഫുവാൻ. അഫുവ് എന്നത് നിന്റെ പേരാണ്.
അഫുവ് എന്ന സിഫത്ത് ഉള്ളവനാണ്, അഫുവ് എന്ന ഗുണം ഉള്ളവനാണ്. എന്താണ് അഫുവ്? അഫുവുൻ എന്ന് പറഞ്ഞാൽ അഫുവ് ഉള്ളവൻ, ധാരാളമായി അഫുവ് ചെയ്യുന്നവൻ, ധാരാളമായി അഫുവ് കാണിക്കുന്നവൻ, അതാണ് അഫുവുൻ. അപ്പൊ ഓടെ നിർത്തണമെന്ന് ഞാൻ എഴുതിത്തരാം. അതാ പദങ്ങള് പലരും പലതുകൊണ്ട് ഒരൊച്ച പറയലാണ്. ഈ മറ്റേ പിന്നെ പണ്ട് മറ്റേത് കേട്ടിട്ട് കുറെ പഠിച്ചോണ്ടല്ലോ മുന്നറ എന്ന് പറഞ്ഞാൽ അതിലൊരു ഒച്ച കേട്ട് പഠിക്കണമാകരുത്. വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് വേർതിരിച്ച് പഠിക്കണം. അതിൽ 3 തവണ അഫവ് ആയി ബന്ധപ്പെട്ട വാക്ക് വന്നിട്ടുണ്ട്, 3 വാക്കുകൾ. ഒന്നാമത്തേത് അള്ളാന്റെ പേരാണ്, അതാണ് ആദ്യത്തേത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. 3ലുള്ളത് അടിസ്ഥാന അക്ഷരങ്ങൾ ഐന്, ഫാ, വാവ്. ഇതാണ് അതിന്റെ അക്ഷരങ്ങൾ, അതിന്റെ സുലാസിയായ അക്ഷരങ്ങൾ ഐന്, ഫാ, വാവ്. അത് 3 തവണ ഈ ദുആയിൽ ആവർത്തിക്കുന്നുണ്ട്. നോക്ക് നിങ്ങളത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. ആദ്യത്തേത് അഫുവുൻ, അഫുവ്. രണ്ടാമത്തെ അഫുവ് അൽ അഫ്വ, ആ അഫുവ് ധാരാളമായി ചെയ്യുന്നവൻ, അതാണ് അഫുവുൻ. ഫഅഫു എന്നത് അതിന്റെ അമ്ർ ഫിഅലാണ്. നീ അഫുവ് ചെയ്യണേ, ഫഅഫു, നീ അഫുവ് ചെയ്യണം. അപ്പൊ 3 തവണ ഈ വാക്കാണ് അതിലുള്ളത്, ഐന്, ഫാ, വാവ്, അഫുവ്. എന്താണ് അഫുവ് എന്ന വാക്കിന്റെ അർത്ഥം? അഫ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മണലിൽ മൃഗങ്ങളോ മനുഷ്യരോ ഒക്കെ നടന്നു പോകുമ്പോ പോകുന്ന അടയാളം ഇങ്ങനെ രേഖപ്പെടുത്തിയാണ് പോകുക. കാലടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോകുക, കുഴിഞ്ഞു കുഴിഞ്ഞു പോകും. പിന്നെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മണലിങ്ങോട്ടടിച്ചിട്ട് അത് മുഴുവൻ മായ്ച്ചു കളയും. ആ മായ്ക്കുന്നതിനാണ് അഫ്വ് എന്ന വാക്ക് ഉപയോഗിക്കുക. ആ അടയാളം മായ്ച്ചു പോകുന്നതിന് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ പാപങ്ങൾ, അതിന്റെ അടയാളങ്ങളെല്ലാം മറച്ച് മായ്ച്ച് പൊറുത്ത് ഞങ്ങൾക്ക് നീ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണേ റബ്ബേ. ഇതാണ് നമ്മുടെ ചോദ്യം. 3ാമത്തേതാണത്. ഫഅഫു അന്നി, എനിക്ക് നീ അഫവ് ചെയ്യണേ, എനിക്ക് നീ അഫവ് ചെയ്യണേ. അപ്പൊ ഇനി അതില് മലയാളത്തിലുള്ള വാക്കൊക്കെ നിങ്ങൾ വിട്ടേക്ക്. അറബിയിൽ ഈ ഐനും ഫാവും വാവും അഫവ് എന്നതിന്റെ ആശയം മൊത്തം നിങ്ങളെ മനസ്സിലുണ്ടാകണം. അടിസ്ഥാനപരമായി ഭാഷയിൽ അത് ഉപയോഗിക്കുക. മണൽ കാറ്റ് വന്ന് മണലിൽ ഉള്ള അടയാളങ്ങളെല്ലാം നീക്കി അതിനെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ്. ഇതുപോലെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മായ്ച്ച് അതെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പൂർവാവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമായ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ അവസ്ഥക്കാണ് അഫ്വ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ സാധാരണ പറയും വിട്ടുകൊടുക്ക്, വിട്ടുവീഴ്ച ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരാളുമായിട്ടുള്ള പ്രശ്നത്തിൽ പറയും ഞാനതൊക്കെ അഫ്വ് ചെയ്തിട്ടുണ്ട്, ഞാനതൊക്കെ മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അത് വിട്ടിട്ടുണ്ടാകൂല, വീണിട്ടുണ്ടാവൂല. തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം കുറെ കാലം കഴിയുമ്പോൾ പിന്നെടുത്ത് പറയും നീ അന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോനല്ലേ,
അതിന് വിട്ടുവീഴ്ച എന്ന് പറയില്ല, ഈ പദം പ്രയോഗിക്കൂല. ഇത് മായ്ച്ചു കളഞ്ഞതാണ്. പൂർവാവസ്ഥയിലേക്ക് എവിടെയായിരുന്നു, ഏതിലൂടെയാണ് അവർ പോയത് എന്നറിയാത്ത വിധം അടയാളങ്ങളെല്ലാം മായ്ച്ച് മണല് പഴയ അവസ്ഥയിലേക്ക് വരുന്നതാണ് അഫ്വ് എന്ന് പറയുന്നത്. അല്ലാഹു കുറച്ചൊന്നുമല്ല, ഒരു മായ്ക്കുന്ന ആൾക്ക് പറയാ ആഫിൻ എന്നാണ്. ആഫിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഫാഇലായി അഫ്വ് ചെയ്യുന്നവൻ എന്ന് അതിനർത്ഥമുള്ളൂ. അഫ്വ് ചെയ്യുന്നവൻ. ഇവിടെ നിങ്ങൾ പരിഭാഷയൊക്കെ വെച്ച് പഠിക്കുമ്പോ അല്ലാഹുവേ നീ മാപ്പാക്കുന്നവനാണ്, നീ പൊറുക്കുന്നവനാണ്, അങ്ങനെ പോരാ, അതിന് ഈ വാക്ക് മതി. അല്ലാഹുമ്മ ഇന്നക ആഫിൻ എന്ന് പറഞ്ഞാൽ. അഫ്വ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയുടെ നിയമപ്രകാരം തന്നെ അക്ഷരങ്ങളിലുള്ള ആധിക്യം ആശയങ്ങളിൽ ബൃഹത്തായ ആധിക്യമുണ്ടാക്കും. ഇവിടെ ആഫിൻ എന്ന് പറയുമ്പോ 3 അക്ഷരാണുള്ളത്. അഫ്വ് എന്ന് പറയുന്നിടത്ത് ഐന്, ഫാ, വാവ്, വാവ്, 2 വാവാണ്, 4 അക്ഷരമുണ്ട്. 4 അക്ഷരങ്ങളുണ്ട്. മാത്രമല്ല അതിന്റെ അവസാനത്തിൽ ഒരു കട്ടി കൂട്ടുന്നുണ്ട്, അഫ്വുൻ. അതിനനുസരിച്ച് അതിന്റെ കനവും കൂടും. ഭാഷയിൽ അങ്ങനെ ചില ഫവായിദുകളുണ്ട്. നീ അഫുവാണ് റബ്ബേ. അഫു എന്ന് പറഞ്ഞാൽ ധാരാളമായി, കയ്യും കണക്കുമില്ലാതെ ധാരാളമായി അഫുവ് ചെയ്യുന്നവനാണ് റബ്ബേ നീ. എത്രയാണ് മനുഷ്യരുടെ പാപങ്ങൾ എത്രത്തോളം വലുതായിരുന്നാലും അല്ലാഹു അത് പുറത്തു കൊടുക്കുന്നവനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയും അതിക്രമങ്ങളിൽ അതിര് കടക്കുകയും ഇസ്റാഫ് കാണിക്കുകയും, മിതമായിട്ടല്ല, ഒരു മിതമെന്ന് പറയാവുന്ന ഇജ്റാമല്ല, കുറ്റകൃത്യങ്ങളല്ല അവൻ ചെയ്തിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പറയും അതിനൊക്കെ ഒരു കയ്യും കണക്കുമില്ല ചെയ്യണതിന്, ഇത് കയ്യും കണക്കുമില്ല. ഒരു മിതമായിട്ടല്ല, അങ്ങ് ചെയ്തിട്ട് അതിന്മേൽ ഇസ്റാഫ് കാണിച്ചിരിക്കുകയാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ജാഹിലിയത്തില് താഴെ മേലോ ഒരു നോട്ടമല്ല, കാണുന്നവനെ കാണുന്നിടത്ത് വെച്ച് ആക്രമിക്കുക. അതിക്രമം അങ്ങേയറ്റമാണ്. നമ്മളിന്ന് എവിടെങ്കിലുമൊക്കെ ഡൽഹിയിൽ ഒരു മൂലക്കല് എപ്പോഴെങ്കിലും ഒക്കെ നടക്കുന്നതൊക്കെ വലിയ വാർത്തയാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഒരു സ്ത്രീ അങ്ങ് പോയാൽ അവനോട് തോന്നിയാൽ അവിടെ പിടിച്ചു വെച്ച് കഴിഞ്ഞു. ഒരുത്തൻ സമ്പത്തുമായി പോവുകയാണ്, അവന് വേണമെന്ന് തോന്നിയാൽ അവനെ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല കൈക്കലാക്കി. ഈ അവസ്ഥയായിരുന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളിൽ പലരും ഹക്ക് ബോധ്യപ്പെട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോഴും, ചിലർക്ക് അങ്ങനെയാണ്, കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും അവർക്ക് ചില തടസ്സം തോന്നും അത് സ്വീകരിക്കാൻ. ഹക്കിന്റെ ആളുകളുടെ കൂടെ കൂടാൻ. എന്താ കാരണം? അവർ കുറെ നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. നമ്മൾ അത്രത്തോളം എത്തൂലേ. ഇതാണ് ശൈത്താൻ പിന്നെ ഇട്ടുകൊടുക്കുന്ന ഒരു ഇടല്, അവരെ പിടിച്ചു വലിക്കാൻ വേണ്ടി. നബിയോട് വന്നിട്ട് അവർ പറഞ്ഞു, നബിയെ മുഹമ്മദേ, നീ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളമായി ഒരുപാട് കൊലപാതകങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കയ്യും കണക്കുമില്ലാതെ അതിൽ അങ്ങ് ഇസ്റാഫ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു കയ്യും കണക്കും വേണ്ടേ? ഇല്ല, ഞങ്ങൾ ഇസ്റാഫ് കാണിച്ചിട്ടുണ്ട് അതിൽ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന ശിർക്ക് കുറച്ചൊന്നുമല്ല,
കയ്യും കണക്കുമില്ലാത്ത ശിർക്കാണ് ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് നിന്റെ കൂടെ കൂടാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. അള്ളാഹു വഹ്യ് അവതരിപ്പിച്ചു. എന്നിട്ട് നബി അത് അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ ഓതിയ ആയത്താണത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അതിക്രമം കാണിച്ച് അതിൽ അതിരി കടന്നു പോയിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. വ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ മാത്രമാണ് അങ്ങേയറ്റം പൊറുക്കുന്ന ഗഫൂർ, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന റഹ്മാൻ, റഹീമായിട്ടുള്ളവൻ അവനാണ്. അതാണ് അള്ളാഹ്. അള്ളാഹ് വിട്ടാൽ വിട്ടത് തന്നെയാണ്. അള്ളാന്റെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പിന്നീട് അതുകൊണ്ട് പ്രതികാരം ചെയ്യില്ല. നമ്മൾ വിട്ടു, എല്ലാം വിട്ടു, കെട്ടിപ്പിടിച്ചു, എന്നിട്ടാണ് വിട്ടത്. പിന്നെ ഒരു വിടലാണ്. കെട്ടിപ്പിടിച്ചപ്പോ ഒരു ഓർമ്മയുണ്ട്, പിന്നെ വിട്ടപ്പോ എല്ലാം വിട്ടു. വിട്ടുവീഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ വിട്ടുകൊടുത്തതല്ലേ എന്നൊക്കെ പറയണത് നേരം കിട്ടുമ്പോ അവന്റെ ഒരു അവസരം വരട്ടെ കാത്തു നിൽക്കുമ്പോ അപ്പ പിടിക്കും. എടാ നീ എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ, നിനക്കത് കിട്ടേണ്ടത് തന്നെ. പിന്നെന്ത് വിട്ടുവീഴ്ച? ഇതാണ് മനുഷ്യന്റെ വിട്ടുവീഴ്ച. വിട്ടുവീഴ്ച ഇതല്ല. അഫ്വ് എന്ന് പറഞ്ഞാൽ ഇതല്ല. അഫ്വ് എപ്പോഴാ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്വിന് മര്യാദ പഠിപ്പിച്ചത് വൽ അഫ്വു ഇൻദൽ മഖ്ദിറ. ഒരാളെ ശരിക്കും നമുക്ക് ഒത്തു കിട്ടി, നമ്മുടെ നല്ല എതിരാളിയായിരുന്നു, നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചൊരുത്തനാണ്, ചാൻസ് ഒത്തു കിട്ടി, അവൻ കുടുങ്ങി നിൽക്കുകയാണ്, ഒരിക്കലും രക്ഷപ്പെട്ടു പോവില്ല, അവൻ ഇപ്പൊ വേണമെങ്കിൽ വേണ്ട വിധം കൈകാര്യം ചെയ്യാം, അപ്പൊ കൊടുക്കുന്ന വിട്ടുവീഴ്ച ഉണ്ടല്ലോ, അതാണ് അഫ്വ്. അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, കഴിയുന്ന നേരത്ത്. മഖ്ദിറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും പൂർണ്ണമായി നമ്മുടെ കയ്യിൽ എല്ലാം ഒത്തു കിട്ടിയിട്ടുണ്ട്, അവനെ വേണമെങ്കിൽ ഇപ്പൊ കൈകാര്യം ചെയ്യാം, അവിടെയാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അതാണ് അഫ്വ്. നമ്മൾ സാധാരണ മാപ്പാക്കി കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു പോന്ന, ചായ കുടിച്ചും പോത്തിറച്ചിന്നും പിരിഞ്ഞു പോരുന്ന പോലുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഫ്വാണ്, അവനാണ് അഫ്വ്. അങ്ങേയറ്റം, കുറച്ചൊന്നല്ല. അള്ളാഹിനോട് മനുഷ്യൻ കാണിക്കുന്ന അതിക്രമങ്ങൾ എത്രയാണ്, എത്ര തന്നെ ചെയ്താലും അതൊക്കെയും അള്ളാന്റെ അടുക്കൽ നിന്നുള്ള എല്ലാ നിഅമത്തും എല്ലാ റഹ്മത്തും അനുഭവിച്ചുകൊണ്ടിട്ടാണ് അള്ളാഹിനോട് ഈ നന്ദികേട് മുഴുവൻ കാണിക്കുന്നത്. കയ്യും കണക്കൂല്ല റബ്ബേ, നമ്മൾ കാണിക്കുന്ന നന്ദികേടിന്, നമ്മൾ കാണിച്ചിട്ടുള്ള അതിക്രമത്തിന്, നമ്മൾ കാണിച്ചിട്ടുള്ള ധിക്കാരങ്ങൾക്ക് റബ്ബേ. പക്ഷെ ഞാനിതാ പ്രതീക്ഷിക്കുകയാണ്, ലൈലത്തുൽ ഖദറിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ, നീ അഫ്വാണ്, നീ അതെല്ലാം പൊറുത്തു തരുന്ന, എല്ലാം മായ്ച്ചു കളയുന്ന, എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്ന, എല്ലാം മാപ്പാക്കി തരുന്ന, എല്ലാം പൊറുത്തു തരുന്ന അഫ്വാണ് റബ്ബേ, നീയാണ് അഫ്വ്. ഇന്നക അഫ്വുൻ, നീ അഫ്വാണ് റബ്ബേ. അതിൽ അല്ലാഹുമ്മ അൻത അഫ്വുൻ എന്നല്ല, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തഅക്കീദ് ചെയ്തിട്ടാണ്. ഒരു സംശയവും നമുക്കതിലില്ല. അല്ലാഹുവേ, നീ തീർച്ചയായും നീ തന്നെയാണ് അഫ്വ്, നീയാണ് അഫ്വ്. എനിക്കതിലൊരു ശക്കുമില്ല, ഒരു സംശയവുമില്ല. പിന്നെയോ അഫ്വ് എന്നുള്ള പേര് നിനക്കുണ്ട്. അഫ്വ് എന്ന ഗുണത്തിന്റെ ഏറ്റവും കമാൽ, അഫ്വ് എന്ന സിഫത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഭംഗിയായ, പൂർണ്ണമായ രൂപം അത് അല്ലാഹ് മാത്രം അവകാശപ്പെട്ടതാണ്. നീയാണ് അഫ്വ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു തുഹിബ്ബുൽ അഫ്വ, തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വ് ഇഷ്ടപ്പെടുന്നവനുമാണ്. നീ അഫ്വാണ് എന്ന് മാത്രമല്ല, അഫ്വിനെ അതിലുള്ള ഫിഅലാണ് അഫ്വ്, ഫിഅലാണ് അഫ്വ്, ആ പ്രവൃത്തി, അഫ്വ് എന്ന പ്രവൃത്തി. അഫ്വ് ചെയ്യുന്നവൻ എന്നുള്ളത് അള്ളാന്റെ പേരാണ്.
അത് കുറച്ചല്ല, ധാരാളമായി അഫ്വ് ചെയ്യുന്നവനാണ്. അതാണ് അഫ്വുൻ. അഫ്വ് എന്ന ആ പ്രവൃത്തിയെ, വിട്ടുകൊടുക്കുക എന്നുള്ള പ്രവൃത്തി, മാപ്പാക്കുക എന്നുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയെ നീ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനാണ്. ഫൽയഅഫു വൽയസ്ഫഹു, ഫൽയഅഫു വൽയസ്ഫഹു. അല്ലാഹ് അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അല്ലാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൊണ്ട് അവന്റെ അടിമകളോട് അല്ലാഹ് കൽപ്പിക്കില്ല. അല്ലാഹ് ഒരു കൽപ്പന കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് ഇഷ്ടമുള്ളതാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ഫൽയഅഫു, അവർ അഫ്വ് ചെയ്തു കൊടുക്കട്ടെ എന്നാണ്. ഫൽയഅഫു. സൂറത്തുൻ നൂറിൽ 22-ാമത്തെ ആയത്തിൽ, ആയത്തൊരു വലിയൊരു ഖിസ്സയുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൻ നൂറിലെ പ്രധാനപ്പെട്ട ഒരു ഖിസ്സ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള അപവാദം മുനാഫിഖീങ്ങൾ മദീനത്ത് അടിച്ചു പരത്തിയതാണ്. ആ കൂട്ടത്തിൽ മുനാഫിഖീങ്ങൾ അടിച്ചു പരത്തിയ ആ വാർത്ത നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു പ്രത്യേകതയാണ്. എന്തൊരു വാർത്ത കിട്ടിയാലും കേട്ടത് പാതി, ഇപ്പൊ പാതിയില്ല. വാട്സപ്പും ട്വിറ്ററൊക്കെ ആയതുകൊണ്ട് പാതി എന്ന് പറഞ്ഞ പണ്ടത്തെ പാതിയില്ല. കേട്ടത് പ എന്നുള്ളൂ, കേൾക്കാത്ത പ. കേട്ടോ കേട്ടില്ല എന്നൊന്നുമില്ല. അപ്പോഴേക്കും ഒരാൾ വായിച്ചു, ഫുള്ള് വായിച്ചു നോക്കിയിട്ടും കൂടി ഉണ്ടാവില്ല. ഇത്തിരി വലുതാണ് എന്നാലും വേണ്ടില്ല, കട്ട് ആൻഡ് പേസ്റ്റ്, ഫോർവേഡ്, അങ്ങനെ അടിച്ച് വിടുകയാണ് നമ്മൾ. വാർത്തയുടെ വല്ല സത്യതയും, വാർത്ത എന്ന് പറഞ്ഞാൽ മൊത്തം എന്താ, അതിലുള്ളയ്ക്ക് മെച്ചം അന്താരാഷ്ട്ര നിലവാരത്തില് 5 സ്റ്റാറും 6 സ്റ്റാറും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരെ കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കള്ളന്മാരാണ്, കള്ളത്തരാണ്. അവർ പരസ്പരം വിളിച്ചു പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എന്നല്ല, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാ. നിങ്ങളൊരു കാര്യം ആളുകളെ വിശ്വസിപ്പിക്കണോ, കള്ളം പറയേണ്ടി വരും. നിങ്ങൾ സത്യാണോ പറഞ്ഞത്, അവർ കളവാക്കും. യുസദ്ദഖു ഫീഹിന്നൽ കാദിബ് വയുകല്ലബു ഫീഹിന്നൽ സാദിഖ് വയുഅ്തമനു ഫീഹിന്നൽ ഖായിൻ വയുഖവ്വനു ഫീഹിന്നൽ അമീൻ. കാര്യങ്ങളൊക്കെ തല കുത്തനെ എന്ന് പറഞ്ഞത് ഒന്നുകൂടി കുത്തനായാൽ എന്താണ്, കുല തത്തനെ എന്ന് പറയും നമ്മൾ. ആ അവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? യുസദ്ദഖു ഫീഹിന്നൽ കാദിബ്, കള്ളന്മാർ സത്യസന്ധരാക്കപ്പെടും, വിശ്വസിക്കപ്പെടും. വയുകല്ലബു ഫീഹിന്നൽ സാദിഖ്, സത്യസന്ധൻ കളവാക്കപ്പെടും. വയുഅ്തമനു ഫീഹിന്നൽ ഖായിൻ, വഞ്ചകന്റെ അടുക്കൽ വിശ്വസിച്ചേൽപ്പിക്കും. വയുഖവ്വനു ഫീഹിന്നൽ അമീൻ, വിശ്വസ്തൻ വഞ്ചകനായി മുദ്ര കുത്തപ്പെടും. ഇതാണ് നിങ്ങൾക്ക് വരാനുള്ള കാലമെന്ന് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഹദീസ് പറയുന്നിടത്ത് 6-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിട്ടുള്ള മുഹദ്ദിസീങ്ങൾ പറയും, ലഖദ് റഅയ്നാ ദാലിക അയാന, ഞങ്ങൾ നബി പറഞ്ഞ സംഭവം കണ്ണോണ്ട് കണ്ടു. ഏതാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ അന്ന് തുടങ്ങി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവര്. അപ്പൊ ഇന്നോ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു കാര്യം ചെലവാകണോ കളവ് പറയണം എന്നാണ് സാധാരണ എല്ലാവരും പറയില്ലേ. അങ്ങനത്തെ സത്യസന്ധന്മാരായിട്ട് ജീവിക്കാൻ പറ്റുമോ? സത്യം എന്നൊക്കെ നോക്കിയിട്ട് കച്ചവടം നടത്താൻ പറ്റുമോ? ഇതെന്നോട് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹദീസിന്റെ വാക്ക് എത്ര അസ്സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര കൃത്യമായി പുലർന്നു വന്നു. ഒരു മുസ്ലിമല്ല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നല്ല താടിയും വെച്ച് നടക്കുന്ന, ഞാൻ സലഫിയാണെന്നല്ല, സലഫിയുടെ കൂട്ടത്തിൽ സൂപ്പർ സലഫിയാണ് ഞാൻ. എനിക്ക് നിങ്ങൾ അബൂ താരിഖ് സുബൈറിന്റെ ഒന്നും പറ്റൂല. ഞാൻ ഇംഗ്ലീഷിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ ഡയറക്റ്റ് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു തുടങ്ങിയ ആളാണ്. വർത്താനത്തിന്റെ ഇടയ്ക്ക് മൂപ്പര് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ, കച്ചവടത്തിന്റെ വിഷയം പറഞ്ഞു വന്നപ്പോ, സത്യസന്ധമായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലേ, കുറച്ചൊക്കെ നമുക്ക് കളവ് പറയേണ്ടി വരും.
ഏത് 50 പൈസന്റെ പഞ്ചസാരന്റെ വില പറയുന്നിടത്ത് കളവ് പറഞ്ഞില്ലെങ്കിൽ കച്ചവടം നടക്കൂല. എന്തിനാ ഈ 50 പൈസ കിട്ടിയിട്ടെന്നാ? ഈ അവസ്ഥ ഇത്തരക്കാരനെടുക്കലാണെങ്കിൽ ബാക്കിയുള്ളവരെ കഥ പിന്നെ പറയണോ? സാധാരണ എടാ താടി വെച്ചിട്ട് കളവ് പറയില്ലേ എന്നാ പറയാ. താടി വെച്ചില്ലെങ്കിൽ കളവ് പറയാതാ അല്ലേ? താടിയും കൂടി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കളവും പറയാന്നാ? അല്ലെങ്കിൽ പറയും നീയൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ എന്തിനാടാ? അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ കളവ് പറയരുത് എന്നാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കളവും പറയാന്നാ. ഇങ്ങനെയാണ് ആളുകൾ മൊറാലിറ്റി എന്നുള്ളതിന് അളവ് വച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മെച്ചപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ കഥ ഇതാണെങ്കിൽ പിന്നെ കുഫാറുകളുടെ അടുക്കുന്ന നമ്മൾ വല്ലതും പ്രതീക്ഷിക്കണം. എല്ലാ അടിച്ചു പരത്തലുകളും എന്താണ്? വാർത്തകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അങ്ങനെ വാർത്തകൾ എന്ന് പറയുന്നത് കേട്ടത് പാ കേൾക്കാത്ത പാ എന്ന് പറയുമ്പോഴത്തേനും എടുത്ത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കല്ല, ഞാൻ ഉദ്ധരിച്ചിട്ടല്ലേ ഉള്ളൂ എന്നാ പറയാം. ഉദ്ധരിക്കുന്നവന് അള്ളാന്റെ അടുക്കലുള്ള ഉത്തരവാദിത്തം എന്താണെന്നറിയോ? പറഞ്ഞവന്റെ അതേ സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ഒരുത്തൻ ഒരു കളവാണെന്ന് ഉറപ്പിച്ചിട്ടല്ല, യുറാ അന്നഹ കദിബ്, കളവാണെന്ന് സാധ്യതയുള്ള വിചാരിക്കപ്പെടാവുന്ന ഒരു കാര്യം അവൻ തഹദീസ് ചെയ്താൽ പറഞ്ഞാൽ ഫഹുവ അഹദുൽ കാദിബൈൻ, 2 കള്ളന്മാര്, അതിലൊന്നവനാണ്. ആദ്യത്തെ കള്ളം പറഞ്ഞത് ഉദ്ധരിച്ചതല്ല, 2 കള്ളന്മാർ ഒന്നിച്ചു പറഞ്ഞു എന്നേ പിന്നെ അതിന് പേരുള്ളൂ. അതുകൊണ്ട് പറയുന്ന വാർത്തകൾ തമാശക്ക് വേണ്ടിയിട്ട്, ചിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്മൈലിന്റെ ഇമോജി ഇട്ടിട്ട് അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് കൈയടിച്ചിട്ട് അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതൊക്കെ എന്താ? സാങ്കല്പിക കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ട്രോളുകളും എന്നൊക്കെ പറയുന്നത് മുഴുവൻ ഈ നുണകൾ തന്നെയാണ്. അത് വാട്സപ്പിൽ കൂടി ഇട്ടാലേ നുണയൊന്നും ആകൂല, വേറെ ആരും കേൾക്കല്ലോ, ചിരിക്കല്ലുള്ളൂ. നമ്മൾ തമ്മിൽ പറഞ്ഞാലേ നുണ ആകുള്ളൂ എന്നുള്ള വിചാരിക്കുന്ന ആളുകൾ തെറ്റാണ്. ഇതിന്റെ ഈ രീതി ആരുടേതാണ്? ഈ രീതി മുനാഫിഖീങ്ങളുടേതാണ്. കേൾക്കുന്നത് മുഴുവൻ അടിച്ച് പരത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് നല്ലവരെ കുറിച്ച്, നല്ല മനുഷ്യന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടാൽ കേൾക്കേണ്ട താമസമുള്ളൂ, മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല, അതിനു മുമ്പ് അടിച്ചു പരത്തും. ആ കൂട്ടത്തിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നിന്ന് അല്പ ദിവസങ്ങൾ ഒന്ന് വിട്ടുനിന്നിരുന്നു. നിസ്കരിക്കും, പിന്നെ നേരെ നബി ഹുജറാത്തുകളിലേക്ക് പോകാതെ നബി ഒരുക്കിയിരിക്കുന്ന പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് കയറിപ്പോകും. ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുന്നില്ല. പോണില്ലാലേ, നബി എല്ലാ ഭാര്യമാരെ തൊലാക്ക് ചൊല്ലി. മുനാഫിഖീങ്ങൾ അടിച്ചു പരത്തി. ഇത് കേട്ടപ്പോൾ ചെയ്യേണ്ട മര്യാദ എന്ത് എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൃത്യമായി ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പുറത്തുനിന്ന് വാർത്ത കേട്ട ഉടനെ നേരെ ചെന്നു. നബിനോട് ഞാനിപ്പോ എങ്ങനെ ചോദിക്കാം? നബിനെ കുറിച്ചല്ലേ പറഞ്ഞ്, തൽക്കാലം അബൂബക്കർ സിദ്ദീഖിനോടൊന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാനേ എനിക്കൊരു മടിയാണ്, എനിക്കൊരു നാണാണ്. വേണ്ടാത്ത എന്തെങ്കിലും വിളിച്ചു പറയാനാണെങ്കിൽ അവരെ കുറിച്ച് പറയാൻ ഒരു നാണമില്ല, അതാരോടും പറഞ്ഞോളൂ. അവരെ കുറിച്ച് കേൾക്കുന്ന വേണ്ടാത്തത് കേട്ടാൽ വിശ്വസിക്കാനും അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, അതിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കാൻ അതിനാണ് ലജ്ജ, അതിനാണ് നാണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നാണമുള്ള ലജ്ജയുള്ള ആളാണോ? അല്ലല്ലോ. ലജ്ജയുടെ കാര്യത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് ഖുലഫാഉൽ അർബഈൽ ഏറ്റവും ലജ്ജയുള്ള ആള്. അതുകൊണ്ട് ഉമർ വന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞെന്നില്ല ഒരു ഹദീസ്, ഉമർ വന്നപ്പോഴും റളിയല്ലാഹു തആല അൻഹു നബി തന്റെ തുണി മുട്ടിന്റെ താഴത്തേക്ക് ഇറക്കിയിട്ടിട്ടില്ല. ഉസ്മാൻ വന്നപ്പോൾ റളിയല്ലാഹു അൻഹു അത് താഴ്ത്തിയിട്ടു. അപ്പോ ലജ്ജിക്കുകയാണെങ്കിൽ ലജ്ജ കൂടുതൽ ഉണ്ടാകേണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉമർ? ഉമർ ഒരു വഴിക്ക് കയറിയാൽ ശൈത്താൻ വേറെ വഴിക്ക് പോകും. അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വാർള. ഈ ഉമ്മത്തിൽ ഇനിയൊരു നബി വരാനില്ല. ഒരു കള്ള മിർസേ നബിയല്ല. ഇനിയൊരു നബി വരാനുണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു റളിയല്ലാഹു തആല അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയും വലിയ മുൽഹം,
ഉമർ ഒരു കാര്യം വിചാരിച്ചാൽ അല്ലാഹു വഹയാക്കി അവതരിപ്പിക്കാൻ യോഗ്യമായതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് വേണം എന്ന് ഉമർ ആഗ്രഹിച്ചു. അല്ലാഹു വഹയിറക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വാഫഖനി റബ്ബി ഫീ സലാസിൻ, 3 കാര്യത്തിൽ എന്റെ റബ്ബ് എന്നോട് യോജിച്ചു. 3 കാര്യങ്ങളിൽ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു. അതിൽ പെട്ടൊന്നാണത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ വന്നു. ആളുകൾ അവിടെ ഇവിടെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് മസാല തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാർത്തയിൽ ഓരോരുത്തർക്ക് പറ്റണ രൂപത്തിലൊക്കെ എല്ലാ മസാലകളും ചേർത്ത് പലരും പലയിടത്തും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും ചർച്ച ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ ഏതൊക്കെ ആളുകളുടെ എന്തൊക്കെ അഭിപ്രായ സർവേ ഒന്നും എടുക്കാൻ പോയില്ല. നേരെ നബിന്റെ അടുക്കൽക്ക് ചെന്നപാട് എന്താണ് നബിയെ കേൾക്കണേ, ഇതാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആകാൻ പാടും, നിങ്ങളെ കുറിച്ച് കേൾക്കാൻ പാടും, ഇതൊന്നും ചോദിച്ചില്ല. നമ്മളെ അവസ്ഥ അതൊക്കെ ആയിരിക്കുമല്ലോ. ഒരു കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടാവും. എന്നിട്ട് എല്ലാ കുത്താളിലൊക്കെ കുത്തും. എന്നിട്ട് ഞാൻ നിങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ട ആളായില്ലേ, നിങ്ങളെ കുറിച്ചല്ലേ ഈ ആരോപണമൊക്കെ പറഞ്ഞു എന്നുള്ള ആ അർത്ഥത്തിൽ പറയും. അതൊന്നും നിന്നില്ല. ചെന്നതെന്തിനാ? ചെന്നിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അത്വല്ലഖത അസ്വാജക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയോ? ഇത്രയല്ലേ ഉള്ളൂ വിഷയം. മൊത്തം വിഷയം ഇത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ ചോദിക്കാൻ നേരത്ത് കഥ മുഴുവൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ചോദിക്കേണ്ട മര്യാദ. ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയോ ഇല്ല. അല്ലാഹു അക്ബർ. സന്തോഷത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. വിഷയം തീർന്നു. ഇനി ഇതല്ലൂ, വേറൊന്നും ഇവിടെ കേൾക്കൂല. ഉമറിന്റെ മുന്നിൽ വേറൊന്നും കേൾക്കൂല. റളിയല്ലാഹു അൻഹു വഅർളാ. അല്ലാഹു മുനാഫിഖീങ്ങളുടെ കാര്യത്തിൽ ആയത്ത് അവതരിപ്പിച്ചിരുന്നു. വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി, അവർക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ സമാധാനവുമായി ബന്ധപ്പെട്ടതോ ആയ ഏതൊരു വൃത്താന്തം കേട്ടാലും അദാഉ ബിഹി, അടിച്ചു പരത്തുകയായി. ഇതാണ് അന്നും ആ വാക്ക്, ഇന്നും ആ വാക്ക്. ഇന്ന് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നതിനുള്ള വാക്കാണ് അറബിയിൽ ഇതാ. അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്, വേറൊന്നുമില്ല അവർക്ക്. നിജസ്ഥിതിയോ അത് അന്വേഷിക്കില്ല. എന്നാലോ فإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم. അവരെങ്ങാനും റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടത് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് മടക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട യോഗ്യരായവരാരോ അവരിലേക്ക് കാര്യം വിട്ടിരുന്നെങ്കിൽ. ഇന്ന് ഇന്റർനാഷണൽ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആരാ ചർച്ച ചെയ്യണത്? അയമും പോക്കരും ഒക്കെ ഇങ്ങനെ കണ്ട 3000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും പിന്നെ എക്കണോമിക്കായ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് പിടിച്ച് വലിച്ചിട്ട് ടച്ചൊന്നും ആയിരിക്കുമല്ലോ, ചിലപ്പോ മാന്തായിരിക്കും. ആ മാന്തലൊക്കെ മാന്തിയിട്ട് ചർച്ചയാണ്. അത് ട്രംപ് അങ്ങനെ ചെയ്തത് ശരിയായില്ല. അല്ലെങ്കിലും നരേന്ദ്രമോദി അങ്ങനെ ഇടപെടാൻ പാടില്ല. അല്ല, സൗദി രാജാവായി ചെയ്തത് എങ്ങനെ ശരിയാകുക? ഇതാരെ തീരുമാനിക്കണത്? ആരെ അഭിപ്രായം പറയണത്? സ്വന്തം പെരയിൽ ഉപ്പും മുളകിന് അഭിപ്രായം ഉണ്ടാവൂല അല്ലെ സാധാരണ പറയല്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കല്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭാര്യ തീരുമാനിക്കല് എന്ന് പറഞ്ഞില്ലേ. വലിയ വലിയ കാര്യങ്ങൾ എപ്പോഴാണ് കൊറിയർ ബോംബിടുന്നത്, മിസൈൽ പൊക്കേണ്ടത്, അതൊക്കെ ഞാൻ ആലോചിക്കും. വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് പെണ്ണുമ്പിള്ള തീരുമാനിക്കുക, അതിൽ കിടമൊന്നുമില്ല. ഇജാതി അയിമക്കേരം അവനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം പറയാം. ഇല്ല, അതിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനൊരു അവകാശമില്ല. അത് അതിന്റെ അഖിലകാർക്ക് വിട്ടുകൊടുത്തേക്കണം. അതിൽ അഭിപ്രായം ഇല്ല. ഒരു മുസ്ലിം അതിൽ അഭിപ്രായം പറയേണ്ട, വോട്ട് ചെയ്യേണ്ടവനല്ല. ആ കാര്യങ്ങൾക്ക് അവർ തമ്മിലുള്ളതിൽ വോട്ട് ചെയ്യാൻ നിൽക്കണയിലല്ല. അവന് വോട്ട് ചെയ്യാനുള്ള മേഖല വേറെയാണ്. അത് അവന് അനുവദിക്കപ്പെട്ട, അവനുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുമായി ബന്ധപ്പെട്ട വിഷയം വേറെ. ഇത് അവനുള്ള സർവേ ചെയ്യാനുള്ള വിഷയമല്ലത്. അത് അതിന്റെ അഖിലുകാർക്ക് വിട്ടുകൊടുക്കണം.
വഅല്ലാ നുനാസിഅൽ അംറ അഹ്ലഹ, കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കളുടെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ബൈഅത്ത് കൊടുത്തതാണ്. എന്നാൽ ഇവരുടെ സ്ഥിതി അതിന്റെ അഹ്ലുകാരിലേക്ക് മടക്കില്ല. അങ്ങനെ അതിന്റെ അഹ്ലുകാരിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ ലഅലിമഹുൽ ലദീന യസ്തംബിതൂനഹു മിൻഹും, ഏത് കാര്യത്തെക്കുറിച്ചാണോ നിജസ്ഥിതി അവർ അന്വേഷിക്കുന്നത് അതിന്റെ നിജസ്ഥിതി അറിയേണ്ടവർ അറിയുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയത്ത് കേട്ടിട്ട് പറഞ്ഞു, വഅന മിനൽ ലദീന യസ്തംബിതൂനഹു മിൻഹും, അല്ലാഹ് ആ സനാഇ ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ അതാ ചെയ്തത്. കൃത്യമായി നബിന്റെ അടുക്കൽക്ക് ചെന്നു, കാര്യം ചോദിച്ചു, തീർപ്പാക്കി പോന്നു. അപ്പൊ മുനാഫിഖീങ്ങളുടെ സ്ഥിതി ഇങ്ങനെ. ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള വാർത്ത അങ്ങ് കേട്ട സമയത്ത് അവരടിച്ചു പരത്തി, സഫ്വാനുമായി ബന്ധിപ്പിച്ച് ഇല്ലാത്തത് അടിച്ചു പരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രയാസപ്പെട്ട സമയമാണ്. അല്ലാഹു വഹി അവതരിപ്പിച്ച് നമ്മുടെ ഉമ്മാന്റെ പരിശുദ്ധി അവന്റെ കിതാബിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളാക്കി തീർക്കുന്നത് വരെ. ആ സന്ദർഭത്തിൽ സഹാബത്തിൽ നിന്ന് ചിലർ അവരറിയാതെ അവരുടെ നാവുകളും ഇതിൽ ഇട്ടുപോയിരുന്നു. അങ്ങനെയാണ് സാധാരണ ഫിത്ന വരുമ്പോൾ എല്ലാ ഫിത്നക്കാരും അടിച്ചു പരത്തും. അറിയാതെ അതിൽ പോയി തലയിടാൻ ചിലപ്പോ നിരപരാധികൾ ഉണ്ടാവും. കാരണം എന്താ? ഫിത്നന്റെ പ്രത്യേകത, നിങ്ങൾ അതിനു വേണ്ടി തല ഉയർത്തിയോ നിങ്ങളെ പിടിച്ചു വലിച്ചയിലേക്കിടും. മൻ തശറഫ ലഹ ഇസ്തശറഫഹ, അതിനുവേണ്ടി ആര് ഫിത്ന വരുമ്പോ തല താഴ്ത്തി ഉള്ളിക്ക് പോകാന്നല്ലാതെ തല പുറത്തുക്കിടുക എന്നുള്ളതല്ല. സംസാരിച്ചിങ്ങനെ സംസാര രൂപേണ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പോയതാ, എപ്പോഴാ ഈ മസീഹുദ്ദജ്ജാൽ വരിക, ഒന്ന് കാണണമായിരുന്നു. ഞാൻ പറഞ്ഞു പാടില്ല, നിങ്ങളാ പറഞ്ഞ വാക്ക് തെറ്റാണ്. കാണരുതേ റബ്ബേ, രക്ഷപ്പെടുത്തണേ റബ്ബേ എന്നാണ് എല്ലാ നിസ്കാരത്തിലും നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുക? കണ്ടോ ഫിത്നയിൽ അകപ്പെടാൻ എല്ലാ സാധ്യതയുണ്ട്. അവിടെ നിന്ന് വരുന്നുണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാനല്ല, ഇപ്പുറത്തേക്ക് പോകാനാണ് നബി പറഞ്ഞത്. മൻ സമിഅ അൻഹു ഫൽയൻഅൻ, അവനെ കുറിച്ചൊരുത്തൻ കേട്ടാൽ അവനിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. അതാണ് ഫിത്നന്റെ പ്രത്യേകത. അത് ഏറ്റവും വലിയ ഫിത്നയാണ്. അന്നു മുതൽ ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഇസ്തിആദത്ത് ചെയ്യാൻ, രക്ഷ ചോദിക്കാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ ഫിത്നക്ക് വേണ്ടി തല ഉയർത്തിയോ അറിയാതെ പെട്ടുപോകും. അങ്ങനെ പലരും പെടും. ആ കൂട്ടത്തിൽ ഒരു സഹാബിയും അതിൽ പെട്ടു. ആരായിരുന്നു അദ്ദേഹം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ചെലവ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ചിലവുകൾക്ക് സഹായിച്ചിരുന്നു, അകമഴിഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിരുന്ന അദ്ദേഹം ഈ കൂട്ടത്തിൽ പെട്ടുപോയി. സ്വന്തം മോളെ കുറിച്ചാണ്, അതിനേക്കാളുപരി ഉമ്മാനെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മാനെ കുറിച്ച്, നബിയുടെ പത്നിയെ കുറിച്ചാണ്. ഈ വിഷമങ്ങളെല്ലാം വന്നപ്പോ ആ കൊടുക്കുന്നത് കൊടുക്കൂല എന്ന് പറഞ്ഞുപോയി. അല്ലാഹ് അത് തിരുത്തി. അങ്ങനെ കൊടുക്കുന്നതും കൊടുക്കാത്തതും അതുമായി ബന്ധമല്ല, കൊടുക്കണം. കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹ് ഔദാര്യം തന്നിട്ടുള്ള, അല്ലാഹ് വിശാലത നൽകിയിട്ടുള്ള ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണിത്. ഉലുൽ ഫദ്ൽ, അല്ലാഹ് ഫദ്ൽ കൊടുത്തവനാണ് എന്ന് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീൻ, അവർ നൽകാൻ വിസമ്മതം കാണിക്കരുത്, വീഴ്ച വരുത്തരുത്. ആർക്ക്? ഉലുൽ ഖുർബാ,
അടുത്ത ബന്ധുക്കൾക്ക്, വൽ മസാക്കീൻ മിസ്കീന്മാർക്കും. മിസ്കീന്മാരെ പരിഗണിക്കുമ്പോ അള്ളാഹ് ആദ്യം പരിഗണിച്ചത് അടുത്തവരെയാണ് ആദ്യം. അത് രണ്ടു കൂലിയാണ്. മിസ്കീന് കൊടുത്തതിന്റെ കൂലി, രക്തബന്ധം ചാർത്തിയതിന്റെ കൂലി. അവർക്ക് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാന്റെ വഴിയിൽ ഹിജ്റ ചെയ്തു പോന്ന അവർക്ക് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. ഫൽയഅഫൂ വലിയസ്ഫഹൂ, എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കിതാണ് ഫൽയഅഫൂ, അവർ അഫ്വ് ചെയ്യട്ടെ. കഴിയോ നമുക്ക്? സ്വന്തം മോള് എന്നുള്ളൊരു പരിഗണന മതി. പിന്നെയോ അതിനേക്കാൾ ഉപരി ഈമാനിന്റെ ബന്ധത്തിൽ മുഅ്മിനീങ്ങളുടെ ഉമ്മ, അതും കൂടാതെ താൻ ഖലീലായി കണ്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, എല്ലാ നിലക്കും ഒരിക്കലും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കൂല എന്ന് പറയാൻ എല്ലാ അർഹതയുണ്ട്. അതെന്നെ ചെറിയ കാര്യത്തിലുമല്ല. ഇത്ര വലിയ ആരോപണം, അതിന്മേൽ നാവ് എടുത്തു വെച്ചു പോയി എങ്കിൽ എന്നാ പോലും വിട്ടുകൊടുക്കി. ഫൽയഅഫൂ വലിയസ്ഫഹൂ, വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, മറക്കുക എന്നുള്ളത് മാത്രമല്ല, ആ മറക്കുന്നതിനപ്പുറം ഇനി നന്മ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ചെയ്തതൊക്കെ വീണ്ടും ചെയ്തു കൊടുക്കും. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹ് എല്ലാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നു. വലിയഅഫൂ, അവർ അഫ്വ് ചെയ്യട്ടെ. അഫ്വ് ചെയ്യാന്നുള്ളത്, പടപ്പുകൾ പരസ്പരം അഫ്വ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന മുഹിബ്ബുൽ അഫ്വാണ് അല്ലാഹ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അല്ലാഹ് അതുകൊണ്ട് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാൻ, നിന്റെ പേരാണ് അഫുവ്. നീ അഫുവ് എന്ന സിഫത്ത് കൊണ്ട് മുത്തസഫാണ്, വിശേഷിപ്പിക്കപ്പെട്ടവനാണ്. അഫുവിന്റെ എല്ലാ കമാലും എല്ലാ ജമാലും നിനക്കവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള അഫുവായ അല്ലാഹ് തുഹിബ്ബുൽ അഫ്വ, അഫുവ് എന്ന പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ് നീ. അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ. പടപ്പുകൾക്ക് അഫുവ് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന നീ, പിന്നെ എന്റെ കാര്യത്തിൽ നീ റബ്ബേ അഫുവ് ചെയ്ത് തരൂലേ? ആ പ്രതീക്ഷയാണ്. ഫഅഫു അന്നി, അതിനാൽ ഫഅഫു, എനിക്ക് നീ അഫുവ് ചെയ്യണേ. ഫഅഫു അന്നി, എന്നെ തൊട്ട്, എന്റെ അടുക്കലുള്ള ആ മുറിവുകൾ മുഴുവൻ, എന്റെ അടുക്കലുള്ള പാപങ്ങൾ മുഴുവൻ മൂടി അതിന്റെ അടയാളങ്ങൾ മായ്ച്ച് എനിക്ക് വിട്ടുതരണേ റബ്ബേ. ഇതാണ് ഇത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, ഇന്നക അഫുവുൻ എന്ന് പറയും. ഈ അഫുവൻ അവിടെ പറയും, അവിടെ അതല്ല. അതിനാണ് ഞാൻ എഴുതി പഠിപ്പിച്ചത്. ആദ്യത്തേത് അഫുവുൻ, അഫു, ഇന്നക അഫുവുൻ കരീമുൻ എന്ന് പറയും ചിലര്. അല്ലാഹ് കരീമാണ്, യാതൊരു സംശയമല്ല. കരീം മാത്രമല്ല, റഹീമാണ്, ഗഫൂറാണ്. ഇനിയും ഒരുപാട് പേരുകൾ അല്ലാഹ്ക്കുണ്ട്. പക്ഷെ ഈ ദുആന്റെ കൂട്ടത്തിൽ അതൊന്നും കൊണ്ടു നോക്കണ്ട. നബി പഠിപ്പിച്ചെന്നപ്പോ എത്ര ഉള്ളൂ? ഇന്നക അഫുവുൻ, അത്ര മതി. ഖൈറായത് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നബി പഠിപ്പിച്ചപ്പോ നബിക്ക് 100% ഖൈർ പഠിപ്പിച്ചു തരാൻ പറ്റിയിട്ടില്ല, 1% കുറവുണ്ട്, അത് ഞാൻ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞൊരു കരീം അവിടെ വെക്കണ്ട. അത് അള്ളാഹ്ക്ക് അങ്ങട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കലാവും, അതിന്റെ ആവശ്യമില്ല. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, വേണ്ടത് അവിടെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തുഹിബ്ബുൽ അഫ്വ,
അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ അഫ്വ് ചെയ്തു തരണേ. റബ്ബേ, ഈ രാത്രി ലൈലത്തുൽ ഖദറിന്റെ ഈ രാത്രിയിൽ റബ്ബേ എനിക്ക് നീ ചെയ്തു തരേണ്ടത് അഫ്വാണ്. ഇന്ന് നീ വിട്ടാൽ പിന്നെ ഒരിക്കലും നീ എന്നെ അതുകൊണ്ട് പിടികൂടരുത് റബ്ബേ. ഇന്ന് വിട്ടാ വിട്ടതന്നെ, ആ വിട്ടിട്ടായിരിക്കണം റബ്ബേ ഇനി അങ്ങോട്ടുള്ളത് റബ്ബേ ഇതുവരെയുള്ളതൊക്കെ വിട്ട് തന്നിട്ടായിരിക്കണം. ലൈലത്തുൽ ഖദറിൽ ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അള്ളാഹ് വിട്ടുകൊടുത്തു, കഴിഞ്ഞതെല്ലാം അള്ളാഹ് പുറത്തു കൊടുത്തു. അതാ ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറാണ് എന്നറിഞ്ഞാൽ, ലൈലത്തുൽ ഖദറാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പറയാനുള്ള ഏറ്റവും നല്ല വാക്കും അത് തന്നെയാണ്. ഇന്നക അഫുവ്വുൻ, നീ അഫുവാണ് റബ്ബേ, നീ അഫുവാണ് റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞതൊക്കെ ഒന്ന് മായ്ച്ച് ക്ലീനാക്കി തരണേ റബ്ബേ. എന്തിനാണ്? ആ രാത്രിയിൽ അത് ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്. ഉലമാക്കൾ അതിന്റെ ഹിക്മത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ, ആ പേര് പോലെ തന്നെ ഖദറിന്റെ രാവാണ്. ഖദർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് അതിന് മുഫസ്സിരീങ്ങൾ പ്രധാനമായും വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഖദർ എന്ന് പറഞ്ഞാൽ ഉലുവ്, വലുത്, അതിന്റെ മഹത്വം, അതിന്റെ വലുപ്പം, അതിന്റെ അളമത്ത്, അതൊരു മഹത്വമുള്ള വലിയ ഒരു വലുപ്പമുള്ള ഷഅനുള്ള അളമത്തുള്ള രാത്രിയാണ്. കാരണം ഖൈറും മിൻ അൽഫി സന, 1000 മാസങ്ങളെക്കാൾ ഖൈറാണ് അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾക്കുള്ള വലുപ്പം. 1000 മാസം എന്ന് പറഞ്ഞാൽ 80 വർഷത്തേക്കാൾ കൂടുതലാണ്. ഒരു മനുഷ്യന് മുഅമ്മറായ ആയുസ് നന്നായി കിട്ടിയ, ആവറേജ് അല്ല, ആവറേജ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ള റസൂലുള്ളാഹി പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70, 60ന്റെ 70ന്റെ ഇടക്കാണ് ആവറേജ്. വഖലീലും മൻ യതജാവസു ദാലിക്, അത് വിട്ടുകിടക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ആ കുറച്ചിൽപ്പെട്ടാൽ, ആ ഖലീലിൽപ്പെട്ടാലാണ് 80 വയസ്സ് കവർ ചെയ്യാൻ കഴിയുക. 80ന്റെയും അപ്പുറം വർഷം അതിലെ എല്ലാ ദിനരാത്രങ്ങളും മുഴുക്ക ഇബാദത്തിലായാൽ അതിനേക്കാളും ഖൈറ് ലൈലത്തുൽ ഖദറിൽ ഒരൊറ്റ രാത്രിയാണ്, ഒറ്റ രാവാണ്. അതിനേക്കാൾ ഖൈറ് എന്നാ പറഞ്ഞേ, അതിന് തുല്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് വലിയ ഖദറുള്ള, വലിയ വലുപ്പമുള്ള, മഹത്വമുള്ള രാത്രി എന്നുള്ള അർത്ഥത്തിലാണ് ഖദർ. 2, ഖദർ എന്ന് പറഞ്ഞാൽ അഖ്ദാറുല്ലാഹ് അസ്സനവിയ്യ, അല്ലാഹ് ഒരു വർഷത്തേക്കുള്ള മനുഷ്യർക്കുള്ള അവരുടെ തഖ്ദീർ, ഇനി അവർക്ക് എന്തൊക്കെയാണ് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ, സനവിയായ വാർഷികമായ അവരിൽ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയമാണത്. എല്ലാം അതിന്റെ മുൻപ് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതിന്റെ ഫർഇയായ, അതിന്റെ ശാഖയിൽപ്പെട്ടത് തന്നെയാണ് വാർഷികമായ തഖ്ദീർ. ആ വാർഷികമായ തഖ്ദീർ നടക്കുന്നത് അന്നാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, അന്നാണ് എല്ലാ കാര്യങ്ങളും ഭദ്രമായി അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അവന്റെ തീരുമാനങ്ങളെല്ലാം ഒരു വർഷത്തേക്കുള്ളത് നടപ്പിൽ വരുത്തുന്ന രാത്രി. ഇനി ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഖദർ അല്ലാഹ് തീരുമാനിച്ച് നടപ്പാക്കാൻ പോവുകയാണ്. ഈ വരുന്ന വർഷത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ എനിക്കെല്ലാം ഖൈറായി കിട്ടണമെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ളതൊക്കെ എനിക്കൊന്ന് എന്ത് വേണം? അഫ്വ് ചെയ്ത് കിട്ടണം, അഫ്വ് ചെയ്ത് കിട്ടണം. കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അല്ലാഹ് നമ്മളെ പിടികൂടിയാൽ നമുക്ക് ഒരുപാട് ഷർറുകൾ വരാനുണ്ട്. അതാണ് നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോൾ പറയാറുള്ളത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു.
അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയതിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, മഅസിയത്തുകൾ ചെയ്താൽ അതിന്റെ ഉപദ്രവം നമ്മൾ ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കണം. മഅസിയത്തുകളുടെ ഉപദ്രവം നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ചെയ്തു പോയിട്ടുള്ള മഅസിയത്തുകളുടെ ഷർറുകളിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്റെ അമല് കൊണ്ടുള്ള ഷർറ് എനിക്ക് ബാധിക്കരുത് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്കെല്ലാം വിട്ടുതരണം. വിട്ടുതന്നാൽ ഇനി വരുന്ന സമയത്തേക്കുള്ളത് സുഖമമായിരിക്കും, ഒന്നുണ്ടാവില്ല, ക്ലീനാണ് അല്ല വിട്ടുതന്നാൽ. അതുകൊണ്ടാണ് ആ രാത്രിയിൽ അത് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് അവിടെ അതിന്റെ മുനാസബത്ത്, അതിലുള്ള ഹിക്മത്ത് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അന്ന് അല്ലാഹ് ആ ദുആക്ക് നമുക്ക് ഉത്തരം നൽകിയാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് ക്ലീൻ ആയിരിക്കും, ക്ലിയർ ആയിരിക്കും, നന്നായി തീരും. എല്ലാ ഖൈറും നമുക്ക് കിട്ടും, എല്ലാ ഷർറിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അതിനുള്ള ദുആയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ ആവർത്തിച്ച് ദുആ ചെയ്യാനുള്ളത് ഇതാണ്. ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുള്ളതാണ്. കാരണം ഇന്ന രാത്രിയാണത് എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അടയാളങ്ങൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതിന്റെ ആളുകൾക്ക് കൃത്യമായി ആ കാര്യങ്ങൾ വീക്ഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അല്ലാഹ് ചിലപ്പോൾ അത് വെളിവാക്കി കൊടുത്തേക്കും, ചിലപ്പോൾ അത് വെളിവാക്കി കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് അതിന്റെ അടയാളം കണ്ടോ കണ്ടില്ലേ, ഇന്ന രാത്രിയിലാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ഖൈർ നമുക്ക് മുടക്കപ്പെടൂല, നമ്മളതിൽ അമൽ ചെയ്തവരാണെങ്കിൽ. ഇത് ഹാഫിദ് ഇബ്നു റജബ്, ഇബ്നുൽ ഖയ്യിം തുടങ്ങിയ ഉലമാക്കളൊക്കെ വിശദീകരിച്ചു പോന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് ആർത്തവകാരി, പ്രസവരക്തകാരി, അവർക്കൊക്കെ അതിന്റെ ഖൈർ മുടങ്ങൂല. അവരൊക്കെ ഖൈറുള്ളവരാണോ അന്നതിന്റെ ഖൈർ അവർക്ക് കിട്ടും. നമ്മളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് നമുക്കത് പിടിച്ചെടുക്കേണ്ടതിന്റെ അതിന്റെ ഖൈർ. എങ്ങനെയാണെങ്കിലും അല്ലാഹ് ആ ഖൈർ നമുക്ക് തരും, നമ്മൾ അതിന്റെ അഹ്ലുകാരാണെങ്കിൽ. അത് കിട്ടാൻ, അത് പ്രതീക്ഷിക്കുന്ന ആളുകൾ ദുആ ചെയ്യണം. ആ ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഇമാം അഹ്മദും ഇബ്നു മാജയും തിർമിദിയുമെല്ലാം സ്വഹീഹായ സനദോടുകൂടി റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി അത് വായിച്ച് ഒന്നാവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. അഫുവ്വുൻ വാക്ക് ശബ്ദമുണ്ട്, രണ്ട് ലമ്മത്തുകളുണ്ട്. അഫുവ്വുൻ. പിന്നെ അതൊക്കെ ഒന്ന് നാവിന് വഴങ്ങണമെങ്കിൽ നാവ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നാവ് എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇത്തരം ദ്വാകളും അറബി വാക്കുകളും അറബി ഭാഷയിലുള്ളതൊക്കെ നാവ് കൊണ്ട് ശീലിക്കന്നെ വേണം, കാരണം നാക്കൊടിച്ചോണ്ടൊന്നും നേരാവൂല. ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. സിമ്പിളായ വാക്കുകളാണ്, പക്ഷെ ഭയങ്കര ഇടങ്ങേറായിരിക്കും ശീലിക്കാത്തവർക്ക്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തിരിഞ്ഞിപ്പോ ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് പിരിയുമ്പോ തന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആ ശീലിച്ചാണ് ഇങ്ങനെ ആയത്. നമ്മളെ കൂട്ടത്തിൽ പറയാനിരിക്കണ പലരും മലയാള പുസ്തകം വായിച്ചു വന്ന് ഖുതുബയും വാളും പറയണവരാണ്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചവരടുത്ത് നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേനും മലയാളല്ലേ പറ്റുള്ളൂ എന്ന് പറയാം. കാരണം കെ പി കേശവമേനോന്റെ നാം മുന്നോട്ടെടുത്തിട്ടാണ് ഖുതുബക്ക് നോട്ടുണ്ടാക്കുക. മെച്ചപ്പെട്ട ആളുകളുടെ കഥയാണ് ഞാനീ പറഞ്ഞു. അതിലേക്ക് ആയത്തും അതി സംഘട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കല, വേറൊന്നും വേണ്ട. നല്ല ഉഗ്രം വിഷയങ്ങൾ അതിലുണ്ടാവും. വിട്ടുവീഴ്ച അത് ഹദീസിൽ പോയി തരേണ്ട വിട്ടുവീഴ്ച, അതിന്റെ മകുടോദാഹരണങ്ങളും കുറെ ഉപമകളും കുറെ കഥകളും ഒക്കെ ചേർത്ത് വെച്ച് നല്ല ക്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് മതി? രണ്ടായത്ത്, രണ്ട് ഹദീസ്, ഇടയിൽ ഫിറ്റ് കൊടുത്തത്. നല്ല ഖുതുബാട്ടോ എന്ന് പറയും, നല്ല ഖുതുബ എന്ന് പറയും. ഇതാണ് മൗലവിമാര് ശീലിക്കുന്നത്. പിന്നെ
ഉപ്പാണ് കറി നന്നാക്കേണ്ടത്. ആ ഉപ്പ് തന്നെ കേടുവന്നാലോ പിന്നെ കറിന്റെ കഥ എന്തായിരിക്കും? നമ്മുടെ സാധാരണ കറി കേടുവന്നോ നന്നായോ എന്നുള്ളത് അളക്കണത് എവിടുന്ന? ഉപ്പ് കൂടിയോ കുറഞ്ഞു എന്നുള്ളതാ. കേടുവന്ന് ഉപ്പ് തന്നെ അതിൽ കിട്ടതെങ്കിലോ? അതുകൊണ്ടാണ് ശൈഖ് മുഖ്ബിൽ പറയാറുള്ളത്, യാ താലിബൽ ഇൽം യാ മിൽഹൽ ബലദ് മാ യുസ്ലിഹുൽ മിൽഹു ഇദൽ മിൽഹു ഫസദ്. അല്ലയോ താലിബുൽ ഇൽം, നാടിന്റെ ഉപ്പ് തന്നെ കേടുവന്നാൽ ആ ഉപ്പ് പിന്നെ കറി നന്നാക്കില്ല. അങ്ങനെ കേടുവന്ന ഉപ്പുകളാണ് ജനങ്ങൾക്ക് ദുആ പഠിപ്പിച്ചു കൊടുക്കുക. അവരെന്നെ പഠിച്ചിട്ടൊന്നുമില്ല. മൗലവി ഇന്ന സമയത്ത് ചെല്ലേണ്ട ദുആ എന്താണ്, അത് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ പഠിക്കണം. നല്ല ലക്ഷണമാണ് ശരിക്ക്. നോക്കണം, പഠിക്കണം, പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ജീവിതത്തിൽ അനിവാര്യമായ കക്കൂസ് കയറുമ്പോൾ ചൊല്ലേണ്ട ദുആക്ക് പോലും പറയാൻ തുടങ്ങിയാലോ, അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാലോ അതപ്പം തന്നെ വയൽ പറഞ്ഞുതരും. അതേ സമയത്ത് ഒന്ന് ടോയ്ലറ്റിക്ക് കയറാൻ മുട്ടി നിൽക്കണ നേരത്തെ ഒരു ദുആ, അള്ളാന്റെ സഹായം അവിടെ വേണം, അതോ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിലോ അത് ഏതാണ്ട് ആശയം മലയാളത്തിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു നിങ്ങളെ പറഞ്ഞാൽ. ഇത് പഠിപ്പിച്ച് ശീലിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോ നാവ് വഴങ്ങുന്നില്ല, എന്നിട്ട് പറയും നാക്കടിക്കാത്തോണ്ടാ. നാക്ക് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നാവ് വഴങ്ങണമെങ്കിൽ അക്ഷരങ്ങൾ വഴക്കി ശീലിക്കണം. അതേത് ഭാഷ അങ്ങനെ തന്നെ, ഏത് ഭാഷ അങ്ങനെ തന്നെയാ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, 19-55 വയസ്സാകുമ്പോ മന്ത്രിയാവും, പിന്നെയാണ് ഇംഗ്ലീഷ് വാക്കൊക്കെ പറയാൻ തുടങ്ങുക. എന്നിട്ട് മന്ത്രിമാർ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ സമയത്ത് ചെറുപ്പത്തിൽ കുട്ടികൾ ആദ്യം മുതൽ LKG മുതൽ പഠിച്ചോ ഉഷാറായിട്ട് ഇംഗ്ലീഷ് പറയുണ്ടാവും. മറ്റൊരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇംഗ്ലീഷ് അല്ല, ഹിന്ദി ഇംഗ്ലീഷാണ് എന്ന്. മലയാളി പറഞ്ഞാൽ അതൊരു മംഗ്ലീഷാണ്. അത് കുറെ കാലം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ട നേരത്ത് ആദ്യം നാവ് വഴങ്ങി പഠിക്കണം. ഇനിയും 65-70 ഒക്കെ വയസ്സായില്ലേ, കഴിഞ്ഞിട്ടൊന്നുമില്ല സമയം പഠിക്കാനുള്ളത്. പഠിക്കണ കാര്യം പറയുമ്പോൾ വയസ്സായില്ലേ എന്ന് പറയും. ഒരു പെണ്ണ ടീച്ചർട്ടെന്ന് ചോദിച്ചാലോ, അതിനൊക്കെ ഇപ്പൊ എത്ര പ്രായം അയക്കണോടാ, അതൊക്കെ ഒന്ന് തേച്ചാ പോയില്ലേ, കളർ ചെയ്താൽ പോരെന്ന് ചോദിക്കും. ഏത് പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് കൊച്ചിക്കാരൊക്കെ അറിയാലോ, ഇവിടുന്ന് ട്രെയിനിൽ എത്രയോ കയറി പോണത്. പഠിക്കണ കാര്യം പറയുമ്പോ ഇനിയിപ്പോ എന്താ 10-35 വയസ്സൊക്കെ ആയില്ലേന്ന് പറയും. 35 വലിയ പ്രായമായി. പഠിക്കന്നെ വേണം. ഇതൊക്കെ അല്ലാതെ വേറൊന്നും നമുക്ക് പഠിക്കാനില്ല. അത് പഠിച്ച് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആ വാക്കിൽ തന്നെ നമ്മളത് പറയണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒരു 5-6 വട്ടം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുൽബുൽ പറയണമാതിരി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാൻ കഴിയും. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാത്ത കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചു തരട്ടെ. അറിഞ്ഞതുകൊണ്ട് അമല് ചെയ്ത് അവനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുഖം കണ്ട് സന്തോഷമടയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.